അപ്പോൾ ഞാൻ ഫിത്ർ സക്കാത്തിനെ പറ്റി പറയാം. ഫിത്ർ സക്കാത്ത് വളരെ പ്രധാനമാണ്. നോമ്പുകാരൻ്റെ ലഘു റഫസിനെ തൊട്ട് അവനെ ശുദ്ധീകരിക്കുന്ന സംഗതിയാണ്. ലഘു വെച്ചാൽ നിരർത്ഥകമായ, റഫസ് വെച്ചാൽ ലൈംഗികമായ സല്ലാപങ്ങളോ കാര്യങ്ങളോ നോമ്പ് പറ്റാണ്ട് പറയാൻ പാടില്ല. ഭാര്യമാരായിട്ട് സല്ലാപമൊന്നും നോമ്പ് പറ്റാണ്ട് പാടില്ല. നമ്മൾ പറഞ്ഞില്ലേ, റഫസ് പാടില്ല. എന്നവർക്ക് ലഘുവുകളും പാടില്ല. അതൊക്കെ പറയണമെങ്കിൽ ഫിത്ർ സക്കാത്ത് കൊടുത്ത് അതൊക്കെയാണ് മായ്ക്കപ്പെടും. ഫത്തുൽമീൽ ഒരു ഉദ്ധരണി ഇങ്ങനെ ഉണ്ട്. എന്താ ഉദ്ധരണി? സക്കാത്തുൽ ഫിത്രി, ഇത് വക്കി എന്നവർ പറഞ്ഞതാ. വക്കി പറഞ്ഞ ഇമാം ഷാഫി തങ്ങളുടെ വലിയ ഉസ്താദാണ്, ഷാഫിമാൻ്റെ ഉസ്താദാണ്. ആ വക്കി പറയാണ് സക്കാത്തുൽ ഫിത്രി, ഫിത്റു സക്കാത്തിൽ ഷഹ്റു റമളാന, റമളാൻ മാസത്തിലേക്ക് കസജദത്തി സഹ്വി ലിസ്വലാത്തി, നിസ്കാരത്തിൻ്റെ സഹുവിൻ്റെ സുജൂദിൻ്റെ സ്ഥാനത്താണ്. നിസ്കാരത്തിൽ എന്തെങ്കിലും സഹു മറകൾ സംഭവിച്ചാൽ ആ സുജൂദിലൂടെയാണല്ലോ പരിഹരിക്കുക. അതേ മറിക്കാണ് ഈ ഫിത്റു സക്കാത്തിലൂടെയാണ് നോമ്പിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുക. പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ നോമ്പ് ഇങ്ങനെ അവിടെ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തപ്പെടാതെ നിൽക്കും. ഫിത്ർ സക്കാത്തിന് കൊടുക്കുമ്പോഴേ അങ്ങോട്ട് എന്താക്കുള്ളൂ, ഉയർത്തപ്പെടുകയും സ്വീകരിക്കപ്പെടുകയും ചെയ്യുള്ളൂ. ഇതെല്ലാവരും കൊടുക്കേണ്ടി വരും. കൊടുക്കേണ്ടാത്തവരൊന്നും എവിടെ ഉണ്ടല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇന്നലെ ഒരു ചോദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി കൊടുക്കേണ്ടാത്തവരുണ്ടാവുന്നു. ഒരു വാപ്പനോട് പറഞ്ഞു, മരോളിങ്ങനെ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ നിൽക്കുകയാണ്, പെര ജപ്തിയായിട്ട് ലക്ഷങ്ങൾ കടാണ്, ആ കടക്ക് വീട്ടിയിട്ട് ഈ 3 കിലോ അരിക്കുള്ള വക ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഇല്ലല്ലോ, ഓൽക്കാര അരിയൊക്കെ കൊടുത്തുകൊണ്ട് പോലും ഇത് ഫിത്ർ സക്കാത്ത് കൊടുക്കാണ്ട് അത് കൊടുക്കാൻ പറ്റിയോൾ ചോദിക്കേണ്ടത് കൊടുക്കണം. ഞാൻ പഠിച്ച പ്രകാരം കൊടുക്കണ്ടെന്നാണ് നീ ബാപ്പനോട് പറയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് കടം. കച്ചവടത്തിൻ്റെ സക്കാത്തും മറ്റേ സക്കാത്തൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, കടം സക്കാത്തിനെ തടയുകയില്ല. കടം ഉണ്ടെങ്കിൽ അത് വേറെ, സക്കാത്ത് വേറെ. ഫിത്ർ സക്കാത്ത് അങ്ങനെയല്ല. ഫിത്ർ സക്കാത്ത് നമ്മൾ കടമൊക്കെ കഴിച്ച് ബാക്കിയുണ്ടെങ്കിൽ എന്താക്കാൻ മതി, കൊടുത്താൽ മതി. അത് എനിക്ക് ഇന്നലെ ഒരു പുതിയ അറിവാണ് അയാൾ ചോദിച്ചപ്പോൾ. വില ജപ്തിയായിട്ട് ലക്ഷങ്ങൾ കടമായിട്ട് ജപ്തിയായിട്ട് ആൾ അങ്ങനെയാണുള്ളത്. അല്ലാതെ ഈ ഫക്കീറും മിസ്കീനും മറ്റുള്ള സക്കാത്തൊക്കെ വാങ്ങണവരൊക്കെ ഉണ്ടാവുമല്ലോ. ഫക്കീർ മിസ്കീനായ ആൾ, ഓലക്കൊക്കെ 3 കിലോ അരി കൊടുക്കാൻ ചിലപ്പോൾ കഴിവുണ്ടാവും. ഓലൊക്കെ കൊടുക്കണം, എല്ലാവരും കൊടുക്കണം, നിർബന്ധമുള്ളവരൊക്കെ കൊടുക്കണം.